പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ന്യൂ കവനൻറ്റ്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ. പഴയ ഉടമ്പടി, പഴയ നിയമം, പുതിയ ഉടമ്പടി, പുതിയ നിയമം, ഇവ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആണല്ലോ. പഴയ ഉടമ്പടി സ്ഥാപിച്ചത് രക്തം ചിന്തിയാണ്, പക്ഷേ അത് മൃഗത്തിൻ്റെ രക്തമായിരുന്നു. പുതിയ ഉടമ്പടിയും സ്ഥാപിച്ചിരിക്കുന്നത് രക്തം ചിന്തിയാണ്, എന്നാൽ അത് യേശു കർത്താവിൻ്റെ രക്തത്താലാണ് ആ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്ക് മുൻ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ദൈവം തൻ്റെ കൽപ്പനയെ കൊടുത്തു. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് ദൈവം പറയുകയും, പുറപ്പാട് 19:8 യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ദൈവത്തോട് പറയുകയും അത് ദൈവസന്നിധിയിൽ മോശ ബോധിപ്പിക്കുകയും ചെയ്ത് അനന്തരം മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ കുറെ പാതിയെടുത്ത് യാഗപീഠത്തിന്മേൽ തളിച്ചു. അതിനുശേഷം അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു എന്നാണ് പുറപ്പാട് 24 7 വാക്യത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് ജനം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. 8 വാക്യം, അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അങ്ങനെ പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജനവുമായിട്ട് സ്ഥാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26 29 വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പാപമോചനത്തിനായി ഇത് 28 29 വാക്യങ്ങൾ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 22 20 വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും എഴുതപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തിയിട്ടാണ്, ആ സ്വന്തം രക്തത്താൽ സ്ഥാപിച്ചതാണ് പുതിയ നിയമം അഥവാ പുതിയ ഉടമ്പടി എന്നുള്ളത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശ മൃഗത്തെ അറുത്ത രക്തത്താൽ ജനത്തിന്മേൽ തളിച്ച് ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെട്ട് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ആ ഉടമ്പടിയിൽ രക്തം തളിച്ച് പഴയ നിയമം, പഴയ ഉടമ്പടി സ്ഥാപിക്കുന്നു. ആ ഉടമ്പടി നിമിത്തം അവർ അത് അസാധുവാക്കുകയും ദൈവം എന്തു ചെയ്യുന്നു, പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം തൻ്റെ ജനത്തിന് മോശ എന്ന മധ്യസ്ഥനാൽ കൊടുക്കപ്പെട്ട പഴയ ഉടമ്പടി അവർ അനുസരിക്കാതിരുന്നതിനാൽ, ദൈവത്തെ തള്ളിക്കളഞ്ഞതിനാൽ ദൈവവും എന്തു ചെയ്യുന്നു, അവരെ തള്ളിക്കളഞ്ഞു. ആ പഴയ നിയമം അപ്പോൾ റദ്ദായി, പഴയ ഉടമ്പടി റദ്ദാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പുതിയ നിയമം പഴയ നിയമം പോലെയല്ല. പഴയ നിയമം 2 കൽപ്പലകകളിലാണ് എഴുതപ്പെട്ടത്, എന്നാൽ പുതിയ നിയമം മനുഷ്യരുടെ ഹൃദയങ്ങളിലായിരുന്നു എഴുതപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർ അനുസരിക്കാത്ത നിമിത്തം അവരെ ദൈവം തള്ളിക്കളയുമ്പോൾ അതോടൊപ്പം തന്നെ ആ നിയമവും റദ്ദാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പഴയ ഉടമ്പടി മാറ്റപ്പെട്ട് പുതിയ ഒരു ഉടമ്പടി
ദൈവം ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അത് നമ്മൾ പൗലോസ് എബ്രായ ലേഖനം 8:8 പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസം. അതുപോലെ യഹോവയാകുന്ന ദൈവം, പിതാവായ ദൈവം തൻ്റെ ജനത്തോട്, യഹൂദ ഗൃഹത്തോടും ഇസ്രായേൽ ഗൃഹത്തോടും പറയുന്ന ആ ഒരു പുതിയ നിയമം നിങ്ങൾക്ക് ചെയ്യുന്ന, ഒരു ഉടമ്പടി ചെയ്യുന്ന നാൾ വരുന്നു എന്ന് പറയുന്ന ഭാഗം യിരെമ്യാപ്രവചനം 31 31 മുതൽ നമുക്ക് വായിപ്പാനിടയെത്തുന്നു. എന്നാൽ 33 വാക്യത്തിൽ എന്താ പറയുന്നത്? എൻ്റെ വചനം ഞാൻ അവരുടെ ഉള്ളിലാക്കി ഹൃദയത്തിൽ എഴുതും എന്നായിരുന്നു വാഗ്ദത്തം. അതായത് ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമം പഴയ നിയമം പോലെയല്ല. പഴയ നിയമം 2 കൽപ്പലകകളിലായിരുന്നു എഴുതപ്പെട്ടത്. എന്നാൽ പുതിയ നിയമം മനുഷ്യരുടെ, നമ്മുടെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ 33 വാക്യം മുതൽ യിരെമ്യാപ്രവചനം 31:33 മുതൽ പറയുന്നത്, ഒന്നാമത്തെ വാഗ്ദത്തം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. രണ്ടാമത്തെ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് നിയമം എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതും. 3 ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. 4 അവർ എൻ്റെ ജനമായിരിക്കും. 5 ആബാലവൃദ്ധമെല്ലാവരും എന്നെ അറിയും. 6 പുതിയ ഉടമ്പടിയുടെ 6ാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചതാണ്, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, പാപം ഓർക്കുകയുമില്ല. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ആ ദൈവസന്നിധിയിലുള്ളതായ നിയമലംഘനം നിമിത്തമായിട്ട്, കൽപ്പന അനുസരിക്കാത്തത് നിമിത്തമായി ഞാനവരെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ദൈവം ക്രോധത്തിൽ സത്യം ചെയ്ത് അവർ പുറന്തള്ളപ്പെടുകയും മരുഭൂമിക്ക് വളമായി തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ആ നിയമത്തെ മാറ്റി അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പുതിയൊരു നിയമം ദൈവം സ്ഥാപിക്കുമെന്ന് പറയുവാനും ഇടയായിത്തീർന്നു. യിരെമ്യാപ്രവചനം 31 അപ്പോൾ പഴയ നിയമം അനുസരിക്കുന്നതിനും പഴയ നിയമത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനുമുള്ള ഒരു ശക്തി അന്ന് മനുഷ്യർക്കില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ശക്തിയും ആഗ്രഹവും പരിശുദ്ധാത്മാവാണ് നൽകുന്നതെന്നുള്ളതായൊരു വ്യത്യാസമുണ്ട് പുതിയ ഉടമ്പടിയിൽ. പഴയ നിയമത്തിൽ പാപത്തോട് എതിർത്ത് നിൽപ്പാൻ, അവരെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലായിരുന്നു. അവർക്കതിൻ്റെതായ ആ ഒരു സന്ദർഭം അങ്ങനെയായിരുന്നു പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ ദിനം തോറും ആശ്വസിപ്പിച്ച് നടത്തുകയും നമ്മെ ഗൈഡ് ചെയ്യുകയും പാപത്തിൻ്റെ വല്ലാത്ത മായിക വലയത്തിൽ നിന്നും ശക്തിയിൽ നിന്നും നമ്മെ വിടുവിപ്പാനും രക്ഷിപ്പാനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ആശ്വാസപ്രദനായി നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം കൂടി ഇതിനകത്തുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കയില്ലായിരുന്നു. നോക്കണം, ഒന്നാമത്തെ നിയമത്തിന്, പഴയ നിയമത്തിന്, പഴയ ഉടമ്പടിക്ക് എന്തോ കുറവുണ്ടായിരുന്നു. കുറവൊന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു പുതിയ നിയമത്തിൻ്റെ ആവശ്യം വരികയില്ലായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിന് എന്തോ ഒരു കുറവുണ്ട്. പഴയ നിയമം ഒരു ബലഹീന നിയമമായിരുന്നു, അതൊരു വികലാംഗ നിയമമായിരുന്നു. അതാണ് അവിടെ പൗലോസ് വ്യക്തമായി പറയുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. പലരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഈ പറഞ്ഞ വേദഭാഗങ്ങൾ യിരെമ്യാവിലുള്ള ഭാഗങ്ങളും അത് തന്നെയാണ്. ഇത് പൗലോസ് ശ്ലീഹ കൊടുത്തിരിക്കുകയാണ് ദൈവസഭയ്ക്ക്. 8:7 ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്ക ഇല്ലായിരുന്നു. റോമാലേഖനം നാം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അതുകൊണ്ട്
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന കാര്യം, ന്യായപ്രമാണം പൂർണ്ണമല്ലായിരുന്നു, അതൊരു വികലാംഗ നിയമമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അതിനെ സാധിപ്പാൻ എന്തു ചെയ്തു? ദൈവപുത്രൻ ഇറങ്ങി വരേണ്ടി വന്നു. പഴയ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമമാണ്. പുതിയ നിയമം ജീവൻ്റെയും ആത്മാവിൻ്റെയും നിയമമാണ്. ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം, വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് അനേകർക്കും അറിയാവുന്നൊരു വിഷയമാണല്ലോ ഇത്. പഴയ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമമായിരുന്നു. എന്നാൽ പുതിയ നിയമം, പുതിയ ഉടമ്പടി ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണമാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണല്ലോ നമ്മളത് വായിച്ചത്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വേദഭാഗത്ത് എന്താ പറയുന്നത്? അതിങ്ങനെ കാണുന്നു: എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടമാണ്, അത് നീങ്ങാതെ ഇപ്പോഴും ഇരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം മാറിപ്പോകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നുകൂടെ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. യേശു വന്നത് പഴയ നിയമമാകുന്ന മൂടുപടം മാറ്റി പുതിയ നിയമമാകുന്ന തേജസ് ധരിപ്പിക്കാനത്രേ. യേശു വന്നതിൻ്റെ പല ഉദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണിത്. അറ്റോൺമെൻറ്റ്, പ്രായശ്ചിത്ത ബലിയായി തീരാനാണ് കർത്താവ് വന്നത്. എന്നാൽ അപ്പോൾ തന്നെ പഴയ നിയമമാകുന്ന മൂടുപടം മാറ്റി പുതിയ നിയമമാകുന്ന തേജസ് ധരിപ്പിക്കാനത്രേ കർത്താവ് വന്നത്. നീക്കം വരുന്നത്, അതായത് പഴയ നിയമം തേജസ് ഉള്ളത് ആയിരുന്നെങ്കിൽ നിലനിൽക്കുന്ന പുതിയ നിയമം അധികം തേജസ് ഉള്ളതായിരുന്നു എന്ന് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ നമുക്കറിയാവുന്നത് കൊണ്ട് അതിൽ നിന്ന് ഇപ്പോൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നു. ഏത്? പഴയ നിയമത്തിലെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ് അത് തേജസ്സുള്ളതാണെങ്കിൽ പുതിയ നിയമത്തിൽ നീതിയുടെ ശുശ്രൂഷ എത്ര അധികം തേജസ്സുള്ളതായിരിക്കും, എത്രയധികം തേജസ് ഉള്ളതാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം. അതാണ് പുതിയ ഉടമ്പടി, പുതിയ നിയമം പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തം ആയത്. പഴയ നിയമം കല്ലിൽ കൊത്തിയ മരണ ശുശ്രൂഷയായിരുന്നു, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. അതിനവിടെ പ്രത്യേകം പറയുന്നുണ്ട്. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ്സിന് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ, ആമേൻ, 8-ാം വാക്യം പറയുന്നു, ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സായിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തർ ആക്കി. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാർ അല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആമേൻ.
ഇത് ജീവൻ്റെ ശുശ്രൂഷയാണ്, ഇത് മരണത്തിൻ്റെ ശുശ്രൂഷയല്ല. പഴയ നിയമം മരണത്തിൻ്റെ ശുശ്രൂഷയായിരിക്കുമ്പോൾ പുതിയ നിയമം ജീവൻ്റെ ശുശ്രൂഷയാണ്, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, തേജസ്സേറിയ ശുശ്രൂഷയാണ്. ഇപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ് നാം മനസ്സിലാക്കണം. 9-ാം അധ്യായം എബ്രായ ലേഖനം 15-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എബ്രായർ 9:15 വേദഭാഗം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വെളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി തീർന്നു. ഇനി 10-ാം അധ്യായം, നമ്മൾ 8-ാം അധ്യായം വായിച്ചു. 7-ാം വാക്യം എന്താ വായിച്ച? 1-ാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ 2-ാമത്തതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. പിന്നെ 9-ൽ നമ്മൾ വായിച്ചു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. എന്നാൽ 10-9 എന്താ വായിക്കുന്നത്? എബ്രായർ 10:9, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേതിനെ നീക്കിക്കളയുന്നു. ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ എന്ത് ചെയ്തു? 1-ാമത്തേതിനെ നീക്കിക്കളഞ്ഞു. പഴയ നിയമത്തെ നീക്കി പുതിയ നിയമത്തെ അവൻ സ്ഥാപിച്ചു എന്നാണ് അവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും ആയിട്ടുള്ള പുതിയ ഉടമ്പടി യേശുവിൻ്റെ ഉടമ്പടിയാണ്. ഈ പഴയ നിയമത്തിൽ പിതാവായ ദൈവം ഇസ്രായേലിന് ഉടമ്പടി ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു കർത്താവ് ദൈവസഭയെ മനുഷ്യരുമായിട്ട് നാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. യേശുവിൻ്റെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്നാണ് എബ്രായ ലേഖനം യേശുവിനെ വിളിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ദൈവം ചെയ്ത ആ പുതിയ നിയമത്തിൻ്റെ യഹോവയാകുന്ന ദൈവം യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത്, ഞാനൊരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരുന്നു. അപ്പോൾ പിതാവായി ദൈവം പഴയ നിയമത്തിൽ അത് ഉടമ്പടി ചെയ്തപ്പോൾ മധ്യസ്ഥനാരായിരുന്നു? മോശയായിരുന്നെങ്കിൽ പിതാവായി ദൈവം പുതിയ നിയമത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ, പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. യേശു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മധ്യേ നിൽക്കുന്ന മധ്യസ്ഥനാണ്. പുതിയ ഉടമ്പടി വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ദൈവം പറയുന്നു, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് രക്ഷയും നിത്യജീവനും നൽകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആമേൻ. ദൈവത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ദൈവം രക്ഷയും നിത്യജീവനും പരിശുദ്ധാത്മാവും തൻ്റെ കുടുംബത്തിലേക്കുള്ള ദത്തെടുപ്പും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഭാഗം. എന്നാൽ നമ്മുടെ പങ്കെന്താണ്? പുതിയ നിയമവിശ്വാസികളായിരുന്ന നമുക്ക് ഇത്രമാത്രമാണ്: അവൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ വിശേഷതയേറിയ വാഗ്ദാനങ്ങളാണെന്ന് എബ്രായ ലേഖനകർത്താവ് ആയ പൗലോസ് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 8:13 പൗലോസ് പറയുകയാണ്, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ, പുതിയ നിയമം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തെ, പഴയതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം, ഒരു പഴയ നിയമത്തെ പഴയതായ എന്താ പറയുക, ആ ഉടമ്പടിയെ മാറ്റി പുതിയൊരു ഉടമ്പടിയെ ദൈവം തന്നിട്ടുണ്ട്. ആ പുതിയ ഉടമ്പടിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിനായിട്ട് ദൈവം തൻ്റെ പുത്രനിൽ കൂടി വലിയ കാര്യങ്ങൾ
ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പുറകെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം അവസരം നൽകട്ടെ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും എല്ലാവർക്കും നല്ല സുപ്രഭാതം ആശംസിച്ച് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.